ഹായ് ഹലോ ആ ഇത് ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റെ ഒരു കുഞ്ഞു പർച്ചേസിങ് വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ അവിടെ നമ്മളെ മിന്നൂസൂറ്റൊക്കെ മൈലാഞ്ചി എല്ലാം എടുത്തിട്ടോ. അല്ല മോളൂരൊന്നും കാട്ടൂല. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഈ ഒരു ഡിസൈനൊക്കെയാണ് കോപ്പി അടിച്ചിട്ടത്. ഇങ്ങനെ ആകുമോന്നൊന്നും അറിയില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോയി വന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ പോന്നിട്ട് ഇപ്പൊ ഞങ്ങൾ കാപ്പിലെത്തിട്ടോ. ഇവിടെ നിന്നാണ് തിരിച്ചാലോ കാപ്പിക്ക് കുടിക്ക്. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ബീഫിനാണ് കേട്ടോ. വട്ടത്തൂര് ബീഫൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോൾ അവിടെ ഒന്നും അപ്പം ആ സമയത്ത് എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്തായി ഷാനിൻ്റെ അമ്മക്ക് വിളിച്ചിട്ടോ. അവിടെ ഇളാപ്പാക്കും മൂത്താപ്പാക്കും ഒക്കെ ഇതുണ്ട് കേട്ടോ, ബീഫിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അപ്പോൾ ആദ്യം വിളിക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്താ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസും അതുപോലെ പായസത്തിന് പുഡിങ്ങിന് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ എല്ലാ സാധനങ്ങളാണ് കേട്ടോ മേടിക്കാൻ വന്നിട്ടുള്ളത്. അതൊന്നും എനിക്ക് മേടിച്ചില്ല. ആയിക്കോട്ടെ, നിങ്ങൾ മേടിച്ചോ? ആയിക്കോട്ടെ, എന്നാ ശരി. ഇതട്ടോ പിന്നെ നമ്മൾ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ മേടിക്കണ അവിടെ ഇവിടെ തന്നെയാണ് കേട്ടോ. പക്ഷെ അതവിടെ ഇതിൻ്റെ ബാക്ക് ഇങ്ങോട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഞാനിങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടേക്ക് തന്നെയാണ് കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ടെടുത്തിട്ട് പിന്നെ ബാക്കി അങ്ങനെ വൈക്ക് വഴി ഓരോന്ന് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പഞ്ചസാര എടുത്തു, അരി എടുത്തു, പാലെടുത്തു, പ്ലേറ്റ് എടുത്തു, ഗ്ലാസ് എടുത്തു. പിന്നെ അവസാനം നമ്മൾ ചൈന ഗ്രാസ് അത് സംഭവം മറന്നിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണിക്കുള്ള മരുന്ന് മറന്നിരുന്നു. അതൊക്കെ പിന്നെ നമ്മളെ ബില്ലിങ് സെക്ഷനിൽ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ നോക്കിയത്. ലിസ്റ്റ് നോക്കിയപ്പോൾ അതൊക്കെ വീട്ടു കൊടുത്തു. പിന്നെ നമ്മൾ പച്ചക്കറി അവിടെ തന്നെയാണ് കേട്ടോ. അവിടെ ഫ്രണ്ടിലായിട്ടാണ് പച്ചക്കറി ഉള്ളത്. അപ്പോൾ പച്ചക്കറിയിൽ നമുക്ക് ഉള്ളി വേണ്ടിയിരുന്നു, തക്കാളി വേണ്ടിയിരുന്നു, അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടുന്നും വാങ്ങിച്ചിട്ടാണ് പിന്നെ നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വള കൺമശിയൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ച് പോകുന്നു കേട്ടോ. നമ്മൾ പോയപ്പോൾ ഇവിടെ പണിയെടുത്തിരുന്ന കയ്യാളാണ് കേട്ടോ. ഇത് കാണിക്കുന്ന ഡിസൈനൊക്കെ മാറ്റിക്കണു. ഓക്കെ, ഈ കയ്യാണ്ട ഇത് കുഴപ്പമില്ല. ഞങ്ങളെല്ലാതും ഒരുക്കി വെക്കണ തിരക്കിലാട്ടോ. അപ്പോൾ ഇതാ കാക്കുതാട്ട ഉള്ളി കട്ടിങ്. ഇപ്പം അവിടെ ബീഫ് കട്ട് ചെയ്യാൻ കേട്ടോ. നാളെ നമുക്ക് ബീഫ് ബിരിയാണിയാണ്. എന്താ ഞങ്ങളെ പണി എന്താ വെച്ചാൽ ഞാനും ഷാനിനി ഇവിടെ ഉള്ളി ഇത് കട്ട് ചെയ്യലാണ് കേട്ടോ. ഷാനിയും മൈലാഞ്ചി ഇട്ടു. എവിടെയാണ് മൈലാഞ്ചി? അത് ഓള് എളുപ്പം ഊരി കാണിച്ചത് നോക്കട്ടെ. അതെ ഞാനും ഇട്ടിട്ടില്ല. അങ്ങനെ ഈ ചുരിദാർ നമ്മളാ നിർത്തി വെച്ചെടുത്ത് തന്നെ കേട്ടോ. സ്ലിറ്റ് ശരിയാക്കാണ്ട് അടി മടക്കി അടിക്കാണ്ട് അവിടെ വെച്ചിട്ടാണ്. പിന്നെ അതായത് പാൻറ്റിൻ്റെ എന്താ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത് പാൻറ്റിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ അടിക്കാൻ എഴുതിട്ടോ. അപ്പം ഇല്ല തയ്ക്കലൊക്കെ എന്താണ് രാവിലെയാണ് കേട്ടോ. ചുരിദാർ ഇപ്പം എന്താണ് ശരിയാക്കിയാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ട് കേട്ടോ. സമയം എപ്പോഴാണെങ്കിൽ തന്നെയാണെങ്കിൽ 12 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ പഠിക്കണോ രാവിലെ അടിക്കണോ എന്നുള്ളൊരു ആലോചനയിലാണ് എന്തായാലും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്ര ഉള്ളൂ കേട്ടോ. ഏകദേശം എല്ലാം നിങ്ങൾ കണ്ടില്ല. നമ്മൾ ബീഫ് കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ എന്താ പറയുക മറ്റേ ഉള്ളി ബിരിയാണിക്കുള്ള ഉള്ളി കട്ട് ചെയ്തു. അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് നമ്മളെ പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അത്രേ പറയാനുള്ളൂ.